أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. أولئك يسارعون في الخيرات وهم لها سابقون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് തൃപ്തികരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും സദാ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അവൻ്റെ അടിമകൾക്ക് വേണ്ടി അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മോട് യാത്ര പറയുകയാണ്. വളരെ പെട്ടെന്ന് നമ്മിലേക്ക് കടന്നു വന്ന എണ്ണാൻ പോലും പറ്റാത്ത രൂപത്തിൽ വളരെ വേഗതയിൽ നമ്മോട് യാത്ര പറയുന്ന റമദാനിനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, സമയങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രയാസം നമ്മിലൊക്കെ ഉണ്ട്. അതാണ് ഒരു വിശ്വാസത്തിൻ്റെ ലക്ഷണം എന്നുള്ളത്. അവസാനത്തെ ഭാഗമായപ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ കൂടുതൽ സജീവതയോടുകൂടെ ഇബാദത്തുകൾ മുഴുകിയിരിക്കുകയാണ്. അതിൻ്റെ പകലുകളും രാവുകളുമൊക്കെ സജീവമാക്കാൻ പ്രവാചകചര്യ പിൻപറ്റിക്കൊണ്ട് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവുകളിൽ പകലന്തിയോളം പട്ടിണി കിടന്നു. അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് എങ്കിലും രാത്രി കണ്ണടയ്ക്കാനോ ഉറങ്ങാനോ മനസ്സനുവദിക്കാതെ നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും അദ്കാറിലും ഇസ്തിഗ്ഫാറിലുമൊക്കെയായി വിശ്വാസികളായ ആളുകൾ സമയം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഓഫറുകൾ ചെറുതല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ സന്ദർഭങ്ങളിലെങ്ങാനും ഞാൻ ഉൾപ്പെട്ടാൽ, അതിനർഹനായി തീർന്നാൽ, പാരത്രിക ലോകത്ത് എന്നെ കാത്തിരിക്കുന്ന പ്രതിഫലങ്ങൾ ചെറുതല്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിൽ അർഹതപ്പെട്ട, അതിൽ ഉൾപ്പെട്ട ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ ഈ റമദാൻ കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു തിരിഞ്ഞുനോട്ടം, വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രം നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു അവസരത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നമ്മൾ ഓരോരുത്തരും നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കടന്നു വരുമ്പോൾ പറഞ്ഞത്, ഖദ് ജാഅക്കും ശഹ്റുൻ മുബാറക്, ഇതാ അനുഗ്രഹീതമായ ഒരു ദിവസം, ഒരു മാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഫീഹി ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാവ് ഉൾക്കൊള്ളുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. അത്രയും അനുഗ്രഹീതമായ ഒരു റമദാൻ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞത്, അതിൻ്റെ മഹാത്മ്യങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുന്നവൻ അവൻ പാടെ നശിച്ചവനാണ്. നിർഭാഗ്യവാനല്ലാതെ അതിൻ്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുകയില്ല എന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ പരിശോധിക്കേണ്ടത് അതാണ്. എങ്ങനെയാണ് ഈ റമദാനിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? ഈ റമദാൻ ഫലപ്രദമായി ഉപയോഗിച്ചവൻ്റെ മനസ്സ് റമദാൻ കഴിയുമ്പോൾ പാപത്തിൽ നിന്നും മുക്തമായ മനസ്സായിരിക്കും. ചോദിക്കണം നമ്മൾ നമ്മോട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ചെയ്തു പോയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതിൻ്റെ രാവുകളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എനിക്കെൻ്റെ റബ്ബുമായി സംസാരിക്കാനും, എൻ്റെ റബ്ബിനോട് എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറയാനും, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങാനുമൊക്കെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നത് സ്വന്തത്തോട് നമ്മൾ ചോദിച്ചു നോക്കുക. ഇതൊന്നും മറ്റാരോടും ചോദിക്കേണ്ടതല്ല, സ്വന്തത്തോട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണമാണ് ഈ റമദാന് ഇത്രമേൽ പ്രതിഫലം നൽകുക, ഇത്രമേൽ അനുഗ്രഹീതമാക്കിയത് എങ്കിൽ എങ്ങനെയായിരുന്നു ഈ റമദാനിൻ്റെ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം? എത്ര പേജുകൾ നമ്മൾ ഓതി തീർത്തിട്ടുണ്ടോ? എത്ര ജുസുകൾ നമ്മൾ ഓതി തീർത്തിട്ടുണ്ടോ? എത്ര ഖത്മുകൾ നമുക്ക് ഓതി തീർക്കാൻ സാധിച്ചിട്ടുണ്ട്? എത്ര പുതിയ സൂറകൾ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്? എത്ര ആയത്തുകൾ നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, അതിനെ ഒരു കൂട്ടുകാരനാക്കാൻ ഈ റമദാനിൽ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. പരിശോധിക്കണം. ഖുർആനാണ് റമദാനിനെ റമദാനാക്കിയത്. ഈ റമദാൻ വന്നിട്ടും അല്പം പോലും ഓതാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അവർ നിർഭാഗ്യവാന്മാരാണ്. അവരുടെ നിർഭാഗ്യത കൊണ്ടാണ് അള്ളാഹു അവർക്കത് അതിന് തൗഫീഖ് നൽകാതിരുന്നത്. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കണം. ദാനധർമ്മങ്ങൾ, നമ്മുടെ മുമ്പിലേക്ക് പാവപ്പെട്ട ആളുകൾ, യാചിക്കുന്നവർ, ചോദിക്കാതെ വന്നവർ, അഭിമാനത്തോടുകൂടെ ചോദിക്കാതിരുന്നവർ, അവരെയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ അധ്വാനത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ, അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? അവസാന ഭാഗത്തെത്തിയപ്പോൾ അതിൻ്റെ രാവുകളിലും നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങിയതാണോ? അതല്ല. മനസ്സു വരാതെ, ഉറക്കം വരാതെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് നമ്മെ തള്ളിക്കൊണ്ടു പോയിട്ടുണ്ടോ? പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ വന്ന് ഇർത്തികാഫിരിക്കാൻ മുഴുവനായിട്ട് എനിക്ക് സാധിക്കില്ല എങ്കിൽ കുറഞ്ഞ സമയങ്ങളെങ്കിലും കിട്ടുന്ന സന്ദർഭങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ഈ റമദാനിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ രാവുകളും പകലുകളും ഒക്കെ ദുആ കൊണ്ട്, പ്രാർത്ഥനകളും കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, പാപമോചന ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, അതുപോലെ തന്നെ അദ്കാറുകളെ കൊണ്ട് സജീവമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, എവിടെയെങ്കിലും പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അല്പസമയം കൂടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെ ഉപയോഗിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്? അതിനൊക്കെ അള്ളാഹുവിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ദുആയും ഇസ്തിഗ്ഫാറും പ്രാർത്ഥനകളും നമസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ ആയിക്കൊണ്ട് ഇനിയുള്ള സമയമെങ്കിലും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് നേടിയെടുത്തിട്ടുണ്ടോ?
അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ മനസ്സങ്ങനെ കൊതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശിക്കാം, അള്ളാഹു അത്തരക്കാരിൽ ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് നന്മകൾ പ്രവർത്തിച്ചവരാണ് റമദാനിൽ. സൂചിപ്പിച്ചതുപോലെ ഖുർആൻ പാരായണവും അദ്കാറുകളും ദാനധർമ്മങ്ങളും ഖിയാമുൽ ലൈലുകളും അങ്ങനെ വേണ്ട ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വിശുദ്ധ റമദാനിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അതുകൊണ്ട് സൂചിപ്പിക്കട്ടെ, ഈ റമദാനോടുകൂടെ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങി തിരിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. മഹാന്മാരായ നമ്മുടെ സലഫുകളോട് ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നു, റമദാൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഖിയാമുൽ ലൈലില്ല, അവർക്ക് വിത്ർ നമസ്കാരമില്ല, അവർ ഖുർആൻ പാരായണം പിന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നില്ല, അവർക്ക് ദാനധർമ്മങ്ങളില്ല, അവർ ചൊല്ലിയ ദിക്റുകളും പ്രാർത്ഥനകളും തൗബയും മറ്റു നമസ്കാരങ്ങളും ജമാഅത്തിനുള്ള ഉത്സാഹം എല്ലാം കെട്ടടങ്ങി ശവ്വാൽ ഒന്നോടുകൂടെ അവർ പഴയ ഏതോ ചില മനുഷ്യന്മാരുടെ അവസ്ഥയിലേക്ക്, ആ രൂപത്തിൽ മോശമായ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. അവരെക്കുറിച്ച് അവർ പറഞ്ഞത് ബിഇസൽ ഖൗം, വളരെ മോശമായ ആളുകളാണ് അവർ. ബിഇസൽ ഖൗം, അവരൊരു തരം മോശമായ ആളുകളാണ്. ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ, അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയത് റമദാനിൽ മാത്രമാണ്. റമദാനിൽ നമ്മെ നോക്കുന്ന, റമദാനിൽ നമുക്ക് പ്രതിഫലം തരുന്ന, റമദാനിൽ നമ്മെ കാണുന്ന ഒരു അല്ലാഹ് അല്ല. അവർ വളരെ മോശമായ ആളുകളാണ്. അങ്ങനെയല്ല, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, എല്ലാ മാസത്തിലും അല്ലാഹു നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസത്തിലും നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ സുന്നത്ത് നോമ്പുകൾ, നമ്മുടെ ഖിയാമുൽ ലൈലുകൾ, വിത്ർ നമസ്കാരങ്ങൾ, ഇതൊക്കെ എല്ലാ മാസവും ഉണ്ട്. ആ രൂപത്തിൽ ജീവിക്കാതെ റമദാനിൽ മാത്രം പ്രത്യേക ഒരു ഭക്തി പ്രസ്ഥാനമായി, പ്രത്യേക ഒരു ആവേശ കമ്മിറ്റിയായി, പ്രത്യേക ഒരു ഭക്തി പ്രകടിപ്പിക്കുന്ന ആളുകളായി കടന്നു വന്ന് റമദാൻ കഴിയുന്നതോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവരൊക്കെ അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്നവരാണ് എങ്കിൽ അവരെ റമദാൻ സ്വാധീനിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു പറഞ്ഞത് നോക്കൂ, റമദാനിന് മാത്രമല്ല മരിക്കുന്നത് വരെ പണിയെടുത്തുകൊണ്ടിരിക്കുക. നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അങ്ങനെ ഓരോ ഇബാദത്തുകൾ നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കണമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലം യജ്അൽ അമലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസിയുടെ അമലിന് അല്ലാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടില്ല. ദൂനൽ മൗത്ത്, എന്തൊഴികെ മരണമൊഴികെ. മരണമാണ് അവധി. മരിക്കുന്നത് വരെ പ്രവർത്തനങ്ങളാണ്, നന്മകളുമായുള്ള ജീവിതമാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത് എന്നാണ് മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. സഹോദരങ്ങളെ, കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നോമ്പിന് പ്രാവർത്തികമാക്കി ഇത് ഉപേക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ഇതൊരു പ്രാക്ടീസായി നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. എനിക്ക് കഴിയും, രാത്രി നിസ്കരിക്കാൻ എനിക്ക് സാധിക്കും, ഇശാഇന് ശേഷം 11 റക്അത്ത് ദൈർഘ്യമേറിയ രൂപത്തിൽ ഖിയാമുൽ ലൈലായി പള്ളികളിൽ നിന്നുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്, എനിക്ക് സാധിക്കും. ഇനി വീട്ടിൽ വെച്ചും എനിക്ക് സാധിക്കും. അത്ര ദൈർഘ്യമില്ലെങ്കിലും, ചിലപ്പോൾ 11 എങ്കിലും കുറച്ച് പറ്റൂലേ, അത് ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ തന്നെ നിയ്യത്ത് വെക്കണം. ഇത് ഉപേക്ഷിക്കുന്നവനല്ല ഞാൻ. നമ്മൾ മനസ്സിലാക്കി 2 ഖത്മും 3 ഖത്മും 5 ഖത്മും ഒക്കെ ഖുർആൻ പാരായണത്തിന് ഒരു മാസം കൊണ്ട് എനിക്ക് പറ്റുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേണ്ട, റമദാനിന്റെ അത്ര ആവേശം കുറച്ച് കുറഞ്ഞാലും ഒരു ഖത്ം അല്ലെങ്കിൽ കുറച്ച് ജുസുകൾ അത് പ്രാവർത്തികമാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മൾ റമദാനിൽ നിന്ന് നേടിയത്. നമ്മൾ ആരൊക്കെയാണ് അതിന് തയ്യാറാവുന്നത് എന്നാണ്. ആരൊക്കെയാണ് അതിന് തയ്യാറാവുന്നത്? ഇങ്ങനെ ദിക്റുകൾ, പ്രഭാതത്തിലെ ദിക്റുകൾ, അതുപോലെ തന്നെ പ്രദോഷത്തിലെ ദിക്റുകൾ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും എന്തൊക്കെ നന്മകളുണ്ട് ഓരോരുത്തരോടും നമ്മൾ അന്വേഷിക്കുകയാണ്. ആ ദിക്റ് കേൾക്കുമ്പോൾ അതൊന്നും എൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തിരോ, അത് പിറ്റേന്ന് മുതൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രാർത്ഥന ആവേശത്തോടുകൂടെ നമ്മൾ അതിന് താല്പര്യം കാണിച്ചവരാ. ഈ താല്പര്യമൊന്നും അണഞ്ഞു പോവാതെ കാത്തു സൂക്ഷിക്കാൻ റമദാനിന് ശേഷം നമുക്ക് സാധിക്കണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പറഞ്ഞത് കാണാം, അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ അത് അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ച് കുറഞ്ഞു പോയാലും നിത്യമായി ചെയ്യുന്നതാണ്. ഒരാഴ്ച ആവേശത്തിൽ ഒരാഴ്ച അങ്ങോട്ട് ചെയ്തു, അത് ചെയ്തതെന്താണ്? രാവും പകലും ഖുർആൻ പാരായണം തന്നെയാണ്. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല, ഒരു പേജുമില്ല. അല്ല, അത് ഒരു 4 പേജാണ് നമസ്കാരത്തിന് ശേഷം, സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു 4 പേജ് അല്ലെങ്കിൽ ഒരു 10 പേജ്, അതങ്ങനെ നിത്യമായി കൊണ്ടുപോകുന്നതാണ് റബ്ബിനിഷ്ടം. വഇൻ ഖല്ല, അതല്പം കുറഞ്ഞാലും പ്രശ്നമില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ രൂപത്തിൽ അഅ്മാലുകളെ ക്രമീകരിക്കാനാണ്. നമ്മൾ ഈ റമദാനിൽ നേടിയെടുത്ത ഒരു ചൈതന്യമുണ്ട്, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ കാതിനെ നിയന്ത്രിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ, ചിന്തയെപ്പോലും നിയന്ത്രിക്കാൻ. മോശമായൊരു ചിന്ത പോലും മനസ്സിൽ വരുമ്പോൾ അതിനെപ്പോലും കൺട്രോൾ ചെയ്യാനുള്ള പക്വതയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റമദാനിന് മുമ്പ് മോശമായൊരു ജീവിതം, ഒരു തിന്മ ചെയ്ത വ്യക്തിയാണെങ്കിൽ അതിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതിനെ ഗൗരവത്തോടുകൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിലെ 92-ാമത്തെ ആയത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. വലാ തകൂനു കല്ലത്തി നഖദത ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാത. എന്താണ് ആ സ്ത്രീയെ കുറിച്ച് അല്ലാഹു പറയുന്നത്? അവർ കയറ് ഉണ്ടാക്കുന്നുണ്ട്, നല്ല ശക്തമായ ഉറപ്പുള്ള കയറ്, അതൊക്കെ നെയ്തുണ്ടാക്കിയതിന് ശേഷം, അതിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം ഇരുന്നിട്ട് അതിൻ്റെ പിരി ഉടച്ചു കളയുന്നവളെ പോലെ നിങ്ങളാവരുത്. ആ സ്ത്രീ പോലെ നിങ്ങളാവരുത്. ഈ റമദാനിന്റെ രാവുകളും പകലുകളും ഉപയോഗപ്പെടുത്തി ശക്തമായ ചൂടിലും പ്രയാസങ്ങൾ സഹിച്ചും ഒരുപാട് ഇബാദത്തുകൾ നിർവഹിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ശവ്വാൽ ഒന്നുകൂടെ എല്ലാം തട്ടിയുടക്കുന്ന ആ കയറിന്റെ പിരികളൊക്കെ ഉടച്ചു കളയുന്ന ദൗർഭാഗ്യവന്മാരായി നിങ്ങൾ മാറരുത് എന്ന്, ആ സ്ത്രീയെ പോലെ നിങ്ങൾ ആവരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടി ആ വിഷയം മനസ്സിലാക്കണം. കാരണം ശവ്വാൽ 1-ാം കാത്തിക്കാണ് പലരും. എല്ലാം ഊരി എറിഞ്ഞ് എല്ലാത്തിൽ നിന്നും മാറി ഒന്ന് റമദാൻ കഴിഞ്ഞു കിട്ടണം. അവരുടെ മനസ്സ് ഈ സ്ത്രീയെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ വിഷയം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ഗൗരവത്തോടുകൂടെ ഈ അവസാന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഒരുപാട് പ്രവർത്തിക്കുക എന്നതല്ല. ഇതിന് വലിയ ത്യാഗമൊന്നും നമ്മൾ നേടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വലിയ ത്യാഗമൊന്നും സഹിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു മാസം കുറച്ച് ഇബാദത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ച് ഖുർആൻ ഓതാൻ, അതല്ലെങ്കിൽ നോമ്പെടുക്കാൻ, ഇതിലൊന്നും വലിയൊരു ത്യാഗമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ ഇനി എത്ര ത്യാഗം ചെയ്ത് എത്ര അമലുകൾ നിർവഹിക്കുന്നു എന്നതിലല്ല, മറിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അല്ലാഹ് സ്വീകരിക്കണം. അവിടെയാണ് വിഷയം. നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അതിനു വേണ്ടിയാവണം, നമ്മുടെ ദുആകൾ അതിനു വേണ്ടിയാകണം. നമ്മുടെ സലഫുകളായ ആളുകളൊക്കെ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ 6 മാസം അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ, റമദാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ. നമ്മുടെ പൂർവികരായ സഹാബത്തിന്റെ ഒക്കെ സ്വഭാവം അതായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തുൽ മുഅ്മിനൂന്റെ 60-61 വചനങ്ങളിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഈ ഭാഗം ആളുകളെ അല്ലാഹു പരാമർശിക്കുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്, നന്മകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വഖുലൂബുഹും വജില, അവർ പേടിയുള്ളവരാണ്, അവരുടെ ഹൃദയം കിടുകിട വിറക്കുന്നുണ്ട്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുമല്ലോ എന്നുള്ള ചിന്തയാൽ അവർ ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ ഹൃദയം വല്ലാതെ ഭയത്തിലാണ്, ആദിയിലാണ്, പേടിയിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മയിൽ മുൻകടക്കുന്ന ആളുകൾ, നന്മയിൽ മത്സരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ. വഹും ലഹാ സാബിഖൂൻ, അവർ തന്നെയാണ് അതിൽ മത്സരിച്ച് മുന്നിലെത്തുകയും ചെയ്യുന്ന ആളുകൾ. ഈ ആയത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചു, നബിയെ, ഈ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു, നന്മകൾ പ്രവർത്തിക്കുന്നു, അപ്പോഴും എന്തിനാ അവർക്കൊരു പേടി, എന്താ അവർക്ക് ഇത്ര ബേജാറ്? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ, അല്ലദീന യശ്റബുനൽ ഖംർ, അവര് മദ്യപിക്കുന്നവരായിരുന്നു നബിയെ, എന്തിനാ അവർ ഇങ്ങനെ ഭയപ്പെടുന്നത്? അതല്ലെങ്കിൽ അവർ അന്യന്റെ മുതൽ മോഷ്ടിക്കുന്നവരായിരുന്നു, വലിയ തിന്മകൾ ചെയ്യുന്ന ആളുകളായിരുന്നു അവർ. എന്തിനാണ് അവർ നന്മകൾ പ്രവർത്തിക്കുമ്പോഴും ഈ തരത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും അവരെന്തിനാണ് ഭയപ്പെടുന്നത്? അവർ മദ്യപാനികളോ അതല്ലെങ്കിൽ മോശത്തരങ്ങൾ പ്രവർത്തിക്കുന്ന മോഷ്ടാക്കളോ ആയിരുന്നു, എന്തിനാ അവരിങ്ങനെ ഭയപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ ആയിഷ, നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ, അതുകൊണ്ടൊന്നല്ല അവർക്ക് ഭയം. വലാകിന്നഹുമുല്ലദീന യസൂമൂൻ, അവർ നോമ്പെടുക്കുന്നവരാണ്, വയുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരാണ്, വയതസദ്ദഖൂൻ, അവർ സദഖകൾ നിർവഹിക്കുന്നവരാണ്, വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, പക്ഷെ അവരുടെ ഭയം അവരുടെ നോമ്പ്, അവരുടെ സദഖകൾ, അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ ദാനധർമ്മങ്ങൾ, അവരുടെ ഖുർആൻ പാരായണം, അതുപോലെയുള്ള നന്മകൾ ഇത് അല്ലാഹ് സ്വീകരിക്കുമോ? എൻ്റെ പോരായ്മ കൊണ്ട്, എൻ്റെ ഉദ്ദേശശുദ്ധിയുടെ കുറവ് കൊണ്ട്, എൻ്റെ പ്രവർത്തനത്തിൻ്റെ എവിടെയെങ്കിലുമുള്ള പോരായ്മ കൊണ്ട് ഞാൻ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹ് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഒരു ബേജാറ്, ആ ഒരു ടെൻഷൻ, ആ ഒരു ആദി അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മൾ നമസ്കരിച്ചു, എൻ്റെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കുന്നല്ല, നമ്മുടെ നോമ്പ്, ആ നോമ്പൊക്കെ അല്ലാഹ് സ്വീകരിക്കുന്നല്ല, മറിച്ച് അല്ലാഹ് സ്വീകരിക്കാതിരിക്കുന്നുണ്ടെങ്കിലോ, അല്ലാഹ് സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയത്തോടുകൂടെ അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണമെന്നുള്ള ഉലൈകല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഈ ആദിയും ഈ ഭയവും അവരെ കൂടുതൽ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ, അവർ രണ്ടുപേരും കഅബയുടെ പണി പൂർത്തീകരിച്ചു. ഉടനെ തന്നെ അവർ അല്ലാഹുവിനോട് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ, ഞങ്ങൾ ഈ ഇബാദത്ത്, ഈ അമല് നിർവഹിച്ചിട്ടുണ്ട്, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഇത് പറയാൻ, ഇത് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുകൂടെ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പലരും മറന്നുപോകുന്ന ഒരു കാര്യം കൂടെയാണ്. കൂടാതെ മരണം നമ്മോട് കൂടെയുണ്ട്, നമ്മൾ പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ റമദാനിൽ നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഒരുപാട് ആളുകളുടെ ജനാസ നമസ്കാരത്തിന്, മരണാനന്തര കർമ്മങ്ങൾക്കൊക്കെ സന്നിഹിതരായവരാണ് നാം. അടുത്ത റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ നമ്മിൽ ആരൊക്കെയായിരിക്കും ആ റമദാനിൽ ഉണ്ടാവുക? എവിടെ വെച്ചായിരിക്കും നമ്മൾ മരണപ്പെടുക? അടുത്ത റമദാനിൽ നാം ഇല്ല എങ്കിൽ, ഈ റമദാൻ നമ്മൾ ഫലവത്തായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, അത് വല്ലാത്തൊരു നഷ്ടമായിരിക്കുമെന്നുള്ള ഒരു ചിന്തയോടുകൂടെ കഴിവിൻ്റെ പരമാവധി ഇനിയുള്ള സമയങ്ങൾ ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അത് വലിയ നഷ്ടമായിരിക്കും നമുക്ക്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കാണുന്ന ഒരു 2 റക്അത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ. ഒരു ഖബറിന്റെ സമീപത്തുകൂടെ ഖബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്തും കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, മൻ സാഹിബു ഹാദൽ ഖബർ, ഈ ആരുടേതാണ് ഈ ഖബർ? അവർ പറഞ്ഞു, ഫുലാൻ, ഇന്ന ആളുടെ ഖബറാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, റക്അത്താനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയ്യതി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിൽ ഇപ്പം നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഈ മനുഷ്യൻ ഇപ്പോൾ കൊതിക്കുന്നത് ഒരു 2 റക്അത്ത് നമസ്കാരമാണെന്ന്. നോക്കൂ, അത്രമേൽ പ്രതിഫലാർഹമാണ് 2 റക്അത്ത് നമസ്കാരം എന്ന്. ഖബറിലൊരു മനുഷ്യൻ അതാണ് കൊതിക്കുന്നത് എന്ന്. ഒരു 2 റക്അത്തും കൂടെ നിസ്കരിച്ചിരുന്നെങ്കിൽ, ഒരു 2 പേജും കൂടെ ഓതിയിരുന്നെങ്കിൽ, ഒരു 4 ദിക്റും കൂടെ ചൊല്ലിയിരുന്നെങ്കിൽ എന്ന് എവിടെന്നാ കൊതിക്കുന്നത്? ഖബറിൽ നിന്ന്. അവിടെ നമ്മുടെ അമലുകളുടെ ലോകമല്ല, അവിടെ മുതൽ ജസാഇന്റെ പ്രതിഫലത്തിന്റെ ലോകമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റക്അത്താനി ഖഫീഫത്താനി മിമ്മാ തഹ്ഖിറൂൻ,
നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നുന്ന, നിസ്സാരമായി എളുപ്പത്തിൽ നിങ്ങൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരം, അതാണ് നിങ്ങളുടെ ദുനിയാവിലെ സമ്പാദ്യങ്ങളെക്കാളൊക്കെ ഖബറിലേക്ക്, ബർസഖിയായ ലോകത്തിലേക്ക്, പരലോക ജീവിതത്തിൽ നിങ്ങളുടെ അവമാനികളിൽ വലിയ വർധനവുണ്ടാക്കുന്നതാണ് 2 റക്അത്ത് നിസ്സാരമായി നിങ്ങൾക്ക് തോന്നുന്ന നമസ്കാരം പോലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശോധിക്കണം നമ്മുടെ സമയങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, നമ്മൾ എത്രത്തോളം ഇബാദത്തുകൾക്ക് വേണ്ടി അതിന് സമയം കാണുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, ഖബറാളിയോട് പറയുകയാണെങ്കിൽ, തമന്നൗ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഗ്രഹിച്ചോളൂ, ചോദിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ആഗ്രഹം ല തമന്നൗ യൗമൻ മിൻ റമദാൻ, ഈ വിശുദ്ധ റമദാനിലെ ഒരൊറ്റ ദിവസമെങ്ങാനും ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും അവർ കൊതിക്കുന്നത് എന്ന്. നമുക്ക് എത്ര ദിവസം കിട്ടി? എത്ര ദിവസം നമുക്ക് കിട്ടി? എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തി? ഇനി അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളെ, മണിക്കൂറുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് ഞാൻ നിങ്ങളും പ്ലാൻ ചെയ്യുന്നത്? പരിശോധിക്കണം സഹോദരങ്ങളെ. ഈ ചിന്തയോടുകൂടെ, ഗൗരവത്തോടുകൂടെ ഇനിയുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ, എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇനി നികത്തേണ്ടതുണ്ടെങ്കിൽ, നമ്മൾ സമയം അനാവശ്യമായി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിനുള്ള സമയമല്ല. വിവേകത്തോടെ, വിവേചനത്തോടുകൂടെ അള്ളാഹുവിന്റെ പരലോകത്ത് ഈ സമയങ്ങൾക്കൊക്കെ വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തോടുകൂടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ, ഒരുപാട് ഖുർആൻ ഓതാനുള്ള ഇനിയുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ, ഒരുപാട് അദ്കാറുകൾ, സഹോദരങ്ങളെ രാത്രിയിൽ ഉറങ്ങാതെ ഇബാദത്തുകൾ നിർവഹിക്കാൻ ഇനിയുള്ള സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. എവിടെയെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അത് നികത്താൻ നമ്മൾ തയ്യാറാവണം. എന്നാലും നമ്മുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ, ഫിത്ർ സകാത്ത് നമുക്ക് നിർബന്ധമാണ്. ഈ റമദാൻ അതിന്റെ അവസാനം മുതൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവർക്കും സകാത്തുൽ ഫിത്ർ, അന്ന് പിറന്ന കുട്ടി, ആ മഗ്‌രിബിന് മുമ്പ് പിറന്ന കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരെ നമ്മൾ സകാത്തുൽ ഫിത്ർ കൊടുക്കണം എന്നുള്ളതാണ്. അതെന്തിനാണ്? അതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുഹ്റത്തൽ ലിസ്സായിം. ഒന്നാമത്തേത് സകാത്തുൽ ഫിത്ർ എന്നുള്ളത് അത് തുഹ്റത്തൽ ലിസ്സായിം, ആ നോമ്പുകാരന്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ളതാണ്. നോമ്പിന് വന്നുപോയ, അറിയാതെ വന്നുപോയ പോരായ്മകൾ അതൊക്കെ നികത്താനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ, പ്രവർത്തനത്തിലൊക്കെ എന്തെങ്കിലും മോശത്തരം അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചു കളയാനുള്ളതാണ്. അതുപോലെ മസാക്കീൻ, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണവുമായിട്ടാണ് സകാത്തുൽ ഫിത്റിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതും നമ്മൾ ശ്രദ്ധിക്കുക. അതിന് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാകും, അവർക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഇനിയുള്ള സമയങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ബുദ്ധിശാലികളിൽ, മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാനത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു ആഘോഷം എന്നുള്ള രൂപത്തിൽ നമുക്ക് നിശ്ചയിച്ചു തന്നതാണ് ഈദുൽ ഫിത്ർ. ഈദുൽ ഫിത്ർ കേവലം ഒരു ആഘോഷം എന്നതിനപ്പുറത്ത് അത് അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തും കൂടെയാണ്. ഒന്നാമതായി നമ്മൾ ഈദുൽ ഫിത്റിൽ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇതുവരെ നേടിയെടുത്ത ഈ ആത്മീയമായ ചൈതന്യം അതൊരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. അന്ന് മോശത്തരങ്ങളിലേക്ക് പോകുന്ന, അതുപോലെ തന്നെ പല തോന്നിവാസങ്ങളും ഹലാലാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ആ ദിവസത്തിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ,
ഒന്നാമത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്, പെട്ടെന്നൊന്ന് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു പോവാണ്. ഒന്നാമത്തത് നമ്മൾ കുളിക്കുക എന്നുള്ളതാണ്. ജനാബത്ത് കുളിക്കുന്നത് പോലെ തന്നെ വളരെ നന്നായി പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി കുളിക്കുക. അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുക. പുതിയ വസ്ത്രമുള്ളവർ പുതിയത് തന്നെ. അതുപോലെ പുതിയതില്ല എങ്കിൽ ഏറ്റവും പുതിയത് ഏതാണോ, ഏറ്റവും നല്ല വസ്ത്രം ഏതാണോ അത് ധരിച്ചുകൊണ്ടാണ് നമ്മളന്ന് പള്ളിയിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് മുസല്ലയിലേക്ക് പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതുവസ്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ രൂപത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരായ ആളുകൾ അവർക്ക് സുഗന്ധം പൂശൽ പ്രത്യേകമായ സുന്നത്താണ്. ഇതേ രൂപത്തിൽ ഈദുൽ ഫിത്റിൽ ചെറിയ പെരുന്നാളാണ്, അല്പം ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോകുക എന്നുള്ളതാണ് സുന്നത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്ത് ലഭിക്കാൻ. എന്നാൽ ഈദുൽ അദ്ഹയിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞു വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ഈദുൽ ഫിത്റിന് ചെറിയ രൂപത്തിൽ ചെറിയൊരു ഭക്ഷണം തന്നെങ്കിലും കഴിച്ചിട്ടാണ് നമ്മൾ ഈദ്ഗാഹിലേക്ക് പോകേണ്ടത്. അതേ രൂപത്തിൽ ഈദുൽ ഫിത്റിൽ പെരുന്നാൾ നമസ്കാരം വരെ നമ്മൾ തക്ബീർ ചൊല്ലുക. മാസം കണ്ടത് മുതൽ നമ്മൾ തക്ബീർ ചൊല്ലുക. പുരുഷന്മാർക്കൊക്കെ ശബ്ദമുയർത്തിയും സ്ത്രീകൾ ശബ്ദം കുറച്ചുമൊക്കെ തക്ബീർ ചൊല്ലാം. അങ്ങാടികളിലൂടെയൊക്കെ സഹാബത്ത് തക്ബീറുകൾ ചൊല്ലി നടന്നു പോയതൊക്കെ ഹദീസിലൂ ഗ്രന്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ രൂപത്തിൽ തന്നെ പെരുന്നാളിൻ്റെ അന്ന് പരസ്പരം തഹിയ്യത്തായിക്കൊണ്ട് സലാം പറയുകയും അതുപോലെ തന്നെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഈ വിശുദ്ധ റമദാനിലെ നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന അഭിവാദ്യമായി പ്രാർത്ഥിക്കണമെന്നും നമുക്കൊക്കെ സലഫുകളുടെ മാതൃകയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈദ്ഗാഹിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിൽ സുന്നത്ത്, പള്ളിയിൽ വെച്ചല്ല. എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ തടസ്സങ്ങളുണ്ട് എങ്കിൽ പള്ളി നിഷിദ്ധമാണ് എന്നല്ല, ഏറ്റവും അഭികാമ്യം അത് മൈതാനമാണ് എന്നാണ്. അവിടേക്ക് കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും, എത്രത്തോളം ആർത്തവകാരികളായ സ്ത്രീകൾ വരെ അവിടേക്ക് ചെല്ലണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും അവർക്ക് നമസ്കാരത്തിൽ ഉൾപ്പെടാതെ മാറി നിൽക്കുകയും ആ നമസ്കാരത്തിലുള്ള ശേഷമുള്ള ഖുത്ബയിൽ അവർ പങ്കെടുക്കുകയും ദുആയിൽ പങ്കെടുക്കുകയും മറ്റ് സദഖകളിലും കാര്യങ്ങളിലും നന്മകളിലുമൊക്കെ അവർക്ക് പങ്കെടുക്കാമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അവരെ പ്രോത്സാഹിപ്പിച്ചതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ വിഷയവും നമ്മൾ ശ്രദ്ധിക്കുക. കൂടാതെ പള്ളിയിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും രണ്ട് വഴിയിലൂടെ ആവുന്നതും സുന്നത്താണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റ് പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബങ്ങളൊക്കെയായി ചിലവർ അകന്നു നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും, മനുഷ്യ സഹജമാണ്. അങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളുണ്ട് എങ്കിൽ അവിടേക്കൊക്കെ കയറി ചെന്ന് പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ ആ മുഹൂർത്തത്തിൽ അവിടേക്ക് ചെന്ന് ആ ബന്ധങ്ങൾ, അറ്റുപോയ ബന്ധങ്ങൾ വിളക്കിച്ചേർക്കാൻ, അത് നമ്മുടെ പാരത്രിക രോഗ വിജയത്തിന്, നമ്മുടെ നോമ്പും നമ്മുടെ ഈ ഇബാദത്തുകളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ ആ ബന്ധങ്ങൾ വിളക്കിച്ചേർക്കൽ അനിവാര്യമാണ് എന്ന ബോധ്യത്തോടു കൂടെ അതിന് നാം മുൻകൈയ്യെടുക്കണം. അങ്ങനെ അറ്റുപോയ ബന്ധങ്ങളൊക്കെ വിളക്കിച്ചേർക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.